ഇന്ന് വളരെ രസകരമായൊരു ചർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 19 കിഡ്സാണ്. എൻ്റെ കൂടെ ഇവിടെ മുക്താറുണ്ട്. മുക്താർ 18 കിഡ്സാണ്. ഇപ്പോൾ ഇപ്പുറത്ത് സലാമാഷുണ്ട്. സലാമാഷ് ഏകദേശം 60 പറയണോ 50 പറയണോ 68. അപ്പോൾ കറക്റ്റ് ഡേറ്റ് തന്നെ ഇയർ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ ഈ പ്രായവും അല്ലെങ്കിൽ ഈ കിഡ്സ് സ്വഭാവമൊക്കെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മന്ത്രി സജി ചെറിയാൻ ഒരു വിവാദ പ്രസ്താവന നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർ SLC ഒക്കെ ജയിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടല്ല അവർ വിജയിക്കുന്നത്, അവർക്ക് എഴുതാനും വായിക്കാനൊന്നും നേരാൻ വണ്ണം അറിയില്ല എന്നൊക്കെയാണ്. ഒരുപക്ഷെ സലാമാഷിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുൻപേക്കുള്ള കാലഘട്ടത്തിൽ SSLC ജയിച്ചാൽ പോലും പിന്നീടൊന്നും പഠിക്കേണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗ തലത്തിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്ന അവസ്ഥയുണ്ടായിരുന്നു. 210 മാർക്ക് വാങ്ങിയ ആൾ സമൂഹത്തിൽ വലിയ IAS ജയിച്ച ഇന്നത്തെ പ്രതിനിധിയേക്കാൾ വലിയ സ്വീകാര്യതകളൊക്കെ നേടിയ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ആ 210 മാർക്ക് നേടിയ ആ ഒരു കുട്ടിയും ഇന്നത്തെ ഫുൾ A+ നേടിയ കുട്ടിയും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. നമുക്ക് സലാംക്കയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാമെന്നാണ് തോന്നുന്നത്. സലാംക്ക 68 വന്ന ആളാണ്. അന്നത്തെ വിദ്യാഭ്യാസ കാലത്തെ ക്വാളിറ്റിയും ഇന്നത്തെ മന്ത്രി പറഞ്ഞ ക്വാളിറ്റിയും തമ്മിൽ ഒന്ന് തുലനം ചെയ്ത് നോക്കാൻ പറ്റും? അത് നമ്മൾ പൊതുവെ ഈ തലമുറകൾ തമ്മിലുള്ളൊരു വ്യത്യാസം പറയുമ്പോൾ, ഒരു പഴയ ജനറേഷൻ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ, ഇപ്പോൾ പഴയ ജനറേഷൻ നമ്മൾ പറയുന്ന ആൾക്കാർ, ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത് 82-83 വർഷത്തിലാണ്. 82-83 വർഷത്തെ പറയുമ്പോൾ എന്താ പറഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ സീനിയർ ജനറേഷൻ പറയുന്ന, നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ പറയുക അല്ലേ. ഞാൻ അത്ര നടന്നു പോയി പഠിച്ചു, അപ്പോൾ ഞാനിപ്പോൾ 8ാം ക്ലാസ് പാസ്സായി, എനിക്കില്ല അങ്ങനെ ഒരു ഉണ്ട്. പിന്നെ ആ കാലത്ത് നല്ല വിജ്ഞാനമായ അറിവായിരുന്നു, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാം, കണക്ക് കൈകാര്യം ചെയ്യാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ബാല്യകാല സഖി മജീദ് വന്നിട്ട് പിന്നെ മജീദിൻ്റെ ബാപ്പനോട് സുഹറാനെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത്. ആ പഠിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ മജീദിൻ്റെ ബാപ്പ മൊത്തം സുഹറാനെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, അപ്പോൾ ബാക്കി മൊത്തം ആ തലമുറയിലെ എല്ലാ ആൾക്കാരെയും പഠിപ്പിക്കുമ്പോൾ എത്ര പൈസയാവും എന്നൊരു ചോദ്യം മുപ്പര് ചോദിക്കും, കണക്ക്. അപ്പോൾ മജീദ് ഇങ്ങനെ കുത്തിരുന്നിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടാൻ തുടങ്ങി. അപ്പോൾ ബാപ്പ വളരെ ഈസി ആയിട്ട് എൻ്റെ നമ്പർ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അത് ആ തലമുറയിലുള്ള ആളുകൾക്ക് എന്താണ്, വളരെ ഈസി ആയിട്ട് കണക്ക് കൂട്ടാൻ ഒരു പ്രയാസമില്ല. മജീദിന് കണക്ക് കൂട്ടാൻ പ്രയാസമുണ്ട് എന്ന് ആര് പറയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ 10-60 വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ് ബാല്യകാല സഖിയിൽ. അപ്പം തലമുറകൾ തമ്മിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളൊരു വിഷയമല്ല, കുറേ മുമ്പേ ഉള്ളൊരു വിഷയമാണ്. ഇപ്പോൾ പക്ഷെ ഒരു പൊതുവെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ നേരത്തെ ഒരു 210 വാങ്ങിയ ആൾ, അല്ലെങ്കിൽ പഴയ 8ാം ക്ലാസ്സോട് കൂടിയുള്ള SSLC ESLC പാസ്സായ ആൾക്കാർ, അവരൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നന്നായിട്ട് ജോലി എവിടെ കൊണ്ടിട്ടാലും ജീവിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്കൊരു അനുഭവം, അവർക്ക് അറിവ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സാമാന്യമായ ഇംഗ്ലീഷ്, സാമാന്യമായ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ, സാമാന്യമായ കണക്ക് അറിയണം. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ഈ അറിവിനെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, മലയാളം എഴുതാനും വായിക്കാൻ അറിയോ. അതേപോലെ സാമാന്യമായ കണക്ക്, ഒരു കൂട്ടൽ, കിഴുക്കൽ, ഹരിക്കൽ വരെയുള്ള കാര്യങ്ങൾ അറിയോ. പിന്നെ അതേപോലെ ഇംഗ്ലീഷ് ഒരു വാചകം അറിയോ. ഇതാണ് നമ്മളൊരു കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഇന്നത്തെ കുട്ടികളും അന്നത്തെ ആ തലമുറയെ പറ്റി നമ്മൾ പറയുമ്പോൾ അതൊരു നല്ല ഉയർന്ന നിലവാരം തന്നെയാണ് പറയുക. അപ്പോൾ അതില്ല ഇന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അന്ന് ഈ ESLC ഒക്കെ അന്ന് കഷ്ടിച്ച് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ഒരു 70-80കളിൽ തന്നെ, 80ഒക്കെ കഴിഞ്ഞു, 90കളുടെ അവസാന ഘട്ടത്തിൽ പോലും എന്തുണ്ട്, ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ആൾക്കാരൊക്കെ ആദരിക്കുമായിരുന്നു. 360 മാർക്ക് കിട്ടിയ കുട്ടികളെ സ്കൂളിൽ വിളിച്ച് ആദരിക്കുമായിരുന്നു. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടികളെ പിന്നെ പറയണ്ട, അവരെ വലിയ ഭയങ്കര നാട് മുഴുവൻ ആദരിക്കുമായിരുന്നു. ഇപ്പോൾ 90 മാർക്ക് കിട്ടിയ ആളെയും ആദരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. ഒരു പക്ഷേ
അത്തരം ഒരു ചർച്ചയുടെ ഒരു ഭാഗമായിട്ടായിരിക്കണം വളരെ ഉത്തരവാദപ്പെട്ടൊരു മന്ത്രി ഇങ്ങനെ പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു പരിശോധന ആവശ്യമാണ് എന്നൊരു സംഗതി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ പറ്റി കേരളത്തിൽ എല്ലാ തലത്തിലും ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വാസ്തവം. ഇത് ഒരു തർക്ക വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കേട്ട് മുക്താർ എത്രമാത്രം സഹിഷ്ണുതയോട് കൂടി ഇവിടെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മന്ത്രിയുടെ അതേ വാക്കാണ് സലാംക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സലാംക്ക് അധ്യാപകൻ കൂടിയാണ്. ഇതേ അഭിപ്രായം ഇനി മുക്താറിനുണ്ടോ എന്നുള്ളതാണ്. 18 കിഡ്സിലേക്ക് വരുമ്പോൾ അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം അന്ന് 2000-ലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ജനറേഷൻ ഇപ്പോഴത്തെ പിള്ളേർ കാരണം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പിള്ളേരാണ്. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഭയങ്കര ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഈ കുട്ടികൾക്കൊക്കെ കിട്ടുന്നുണ്ട് എന്ന് മുക്താർ വാദിക്കുക എന്നുള്ളതാണ്. എന്താണ് സലാംക്കാക്കൊരു മറുപടി? സലാംക്കാക്കല്ല, ടോട്ടലി അതായത് പഴയ തലമുറയുടെ അവരുടെ ആ ഒരു ചിന്താഗതി വെച്ചിട്ട് അവരുടെ ആ ഒരു ലെവൽ വെച്ചിട്ടാണ് അവർ പുതിയ തലമുറയെ അളക്കുന്നത്, മെഷർ ചെയ്യുന്നത്. മാത്രമല്ല ഈ പുതിയ തലമുറ ഒന്നിനും കൊള്ളൂല, അവർക്ക് പക്വതയില്ല. ഇതൊക്കെ ഒരു പഴയ തലമുറ അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് പുതിയ തലമുറനെ കുറ്റം പറയുക എന്നുള്ളത്. ടോട്ടലി അങ്ങനെയാണല്ലോ, അവർക്ക് പക്വത അല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു അങ്ങനെ ഒരു വാദത്തിലൂടെയാണോ സലാംക്ക പോയത്? ഇപ്പൊ മറുപടി പറയണം. അത് ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഇപ്പോൾ അങ്ങനെ ആൾക്കാർ പക്വതയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ തലമുറ ഒരു പക്ഷേ അങ്ങനെ വരുന്ന തലമുറയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഒരു പക്ഷെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ കാലഘട്ടം വളരെ മികച്ചത് എന്ന് പറയാനുള്ള ഒരു മനസ്സ് പൊതുവെ എല്ലാവരും സാധാരണഗതിയിൽ കോളേജുകളിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് മുക്താർക്കിലേക്ക് വരാം. ഈ കോളേജ് ഗെറ്റ് ടുഗദറിന് അല്ലെങ്കിൽ റീയൂണിയൻ ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത കാലഘട്ടം. ഞാനിപ്പോൾ എൻ്റെ കോളേജിൽ അടുത്ത് പോയി. അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടു മുമ്പ് പ്രസംഗിച്ചിരുന്ന ഒരു എൻ്റെക്കാൾ കുറച്ചുകൂടി മുൻപ് അവിടെ പഠിച്ചു പോയ ഒരു ആൾ പ്രസംഗിച്ചത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അവനവൻ പഠിക്കുന്ന കാലഘട്ടം അവനവൻ ഭയങ്കര വലുതാണെന്നുള്ളതാണ് നമ്മളെന്താണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നതും ഒരു പക്ഷേ ഇതിന് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ബേസിക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം പഴയ തലമുറയിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയിട്ടുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചവരാരാ ഉള്ളത്? വളരെ കുറച്ച് ആൾക്കാരല്ലേ. ഇന്നിപ്പോൾ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും +2 കിട്ടണമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. +2 കിട്ടിയ ഏറ്റവും ചുരുങ്ങിയത് 80% ആളുകളെങ്കിലും എവിടേക്ക് പോകണം? ഡിഗ്രിക്ക് പോകണം. ഏതെങ്കിലും തരത്തിൽ പോകുന്നു. കേരളം ഇപ്പോൾ നിലവാരത്തെക്കുറിച്ചൊക്കെ ആര് എന്ത് പറഞ്ഞാലും ശരി, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് +2 കഴിഞ്ഞ ഒരു 90% എന്ന് പറഞ്ഞാൽ പറ്റും 90%-ത്തിലേറെ ആളുകൾ ഉയർന്ന പഠനത്തിന് പോകുന്നു എന്നുള്ളതിനാണ് തുടങ്ങി വെച്ചു. അതായത് പിന്നെ മന്ത്രിയുടെ പ്രസ്താവന പറയാം. മന്ത്രി അത് മാത്രമല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് പശുവിനെയും പോത്തിനെയും തിരിച്ചറിയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പഴയ തലമുറയുടെ ആ ഒരു ഈഗോ ആണെങ്കിൽ എന്തും പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ ഈ പുതിയ ജനറേഷനെ എങ്ങനെ കുറ്റം പറയുന്ന ആളുകൾ, അവിടെ ഒരു മൊബൈൽ ഫോൺ നമ്മൾ ചുമ്മാ ഒരു ഫ്ലൈറ്റ് മോഡ് ആക്കിയാൽ അവരത് അയ്യോ ഫോൺ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് നേരിട്ട് മൊബൈൽ ഫോണിലെ സർവീസ് സെൻറ്ററിൽ പോയി കൊണ്ട് കൊടുക്കും. അവർക്കൊരു ഫോട്ടോ എടുക്കാൻ, ഇപ്പോൾ നമ്മളൊരു കല്യാണം അങ്ങനെ എന്തെങ്കിലും പരിപാടിയിൽ അവരൊരു ഫോട്ടോ എടുക്കാൻ ഒരു പക്ഷേ അവർ സെലക്ട് ചെയ്യുന്നത് ഒരു 10-20 പേരുണ്ട്. അതിന് ഒരു 12, 13 അല്ലെങ്കിൽ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടീനെയായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. അവർക്കറിയാം അവർക്കാണ് നല്ല ഭംഗിയോടെ ഫോട്ടോ എടുക്കാൻ കഴിയുള്ളൂ എന്ന് അവർക്കാണ് അറിയുന്നത്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ കഥ പറയാം. ഈ കോഴിക്കോട് സ്കൂൾ കലോത്സവം നടക്കുക. സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി ഒരു സാംസ്കാരിക പരിപാടി നടക്കുന്നത്. അപ്പോൾ അതിൽ മുഖ്യാതിഥിയായിട്ട് MT വാസുദേവൻ നായരുള്ളത്. അപ്പോൾ MT വാസുദേവൻ നായരും കുട്ടിയോളും തന്നെ പരിപാടി. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് MT ഇങ്ങനെ കാര്യമായി സംസാരിച്ചു. എല്ലാവരും MTയെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. MT പറഞ്ഞാൽ അപ്പോൾ നമുക്കൊന്നും പറയാനില്ലല്ലോ അതിൽ. അപ്പോൾ MT കേട്ട MTൻ്റെ ഫോൺ ആണ് റിങ് ചെയ്യാൻ തുടങ്ങി. MTയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇത് സൈലൻ്റ് ആക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. MTക്ക് ആകെ ബേജാറായി. അപ്പോൾ കുട്ടികൾ തീർന്ന് സൈലൻ്റായി. അപ്പോൾ MTക്ക് അതറിയില്ല. MT പക്ഷേ ഒരു വലിയ മഹാൻ തന്നെ അല്ല. അങ്ങനെ ഞാൻ ആ സന്ദർഭം പറഞ്ഞത് മാത്രം. ഈ നവ്യ നായർ ഒരു ആക്ട്രസ് നവ്യ നായർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എൻ്റെ നാത്തൂന് ഈ കുക്ക് ചെയ്യാറില്ല, അവർക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ അവർക്ക് 100,000 കാര്യങ്ങൾ അറിയുമെന്ന് പറയുന്നുണ്ട്. ഏറെക്കുറെ അതാണ് പഴയ തലമുറ ഇപ്പോഴത്തെ ജനറേഷൻ അളക്കുന്നത്. ഇപ്പോൾ സാധാരണ വീട്ടിലേക്ക് അമ്മായിമാർ എൻ്റെ മരുമകൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയും. ശരിയാണ്. അവർക്ക് ഒരു പക്ഷേ
ഒരു അരി കുക്ക് ചെയ്യുമ്പോൾ അതിനത്ര വേവ് വേണം എന്നവർക്കറിയില്ല. ഒരു നല്ലൊരു ചോറ് വെക്കാൻ അവർക്ക് അറിയണമെന്നില്ല, പക്ഷേ അവർക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കുക്കിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ അവർ നല്ല റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കും, പക്ഷെ അവർ നല്ല വിവിധ ഫ്ലേവർ അടങ്ങിയ പുഡിങ് ഉണ്ടാക്കും. അതൊക്കെ അവർക്കറിയും. ഇനി അവർക്ക് ഒരു പക്ഷേ അഫ്ഗാനിലോ തുർക്കിയിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു വിഭവത്തെക്കുറിച്ചും അവരുണ്ടാക്കും. ഞാൻ പറയുന്നത് നമ്മുടെ പിന്നെ ട്രഡീഷണൽ കോൺസെപ്റ്റിലുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ ആയിരിക്കും. മാത്രമല്ല അവർ പിന്നെ ഈ സ്മാർട്ട്നെസ്സും ബുദ്ധിയും വിവരവും, പിന്നെ വിവരവും വിദ്യാഭ്യാസം രണ്ട് ആണല്ലോ. വിവരവും വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സ്മാർട്ട്നെസ്സും ബുദ്ധിയും രണ്ടാണ്. പക്ഷേ രണ്ടാണല്ലോ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസം കുറവായിരിക്കാം, പക്ഷേ അവർക്ക് വിവരമുണ്ട്, അവർക്ക് കോമൺ സെൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഈ പാഠ്യ പദ്ധതി രീതി, കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹജ്ജിൻ്റെ കാര്യം പറയാം, മദ്രസയിലെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഹജ്ജ് കഅബക്ക് ചുറ്റും നമുക്കതിനെക്കുറിച്ച് ഇങ്ങനെ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ വയ്യ, ചിന്തിക്കാൻ വയ്യ. കാരണം നമ്മൾ കഅബ കാണുന്നില്ല, മക്ക കാണുന്നില്ല, അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലേ മദ്രസയിൽ തന്നെ കഅബ ഉണ്ടാക്കി അതിന് ചുറ്റും ഇങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു ചെറിയൊരു ഹജ്ജ് അവർ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ഇത് ചെയ്യലെന്ന്. അപ്പോൾ അതേപോലെ സ്കൂളിലെ പഠനങ്ങളും കുറേ എല്ലാം ഒരു പ്രാക്ടിക്കലായിട്ട് തന്നെ അവർ ചെയ്യുകയാണ്. അവർക്ക് ചെയ്യിക്കാനും അതിനുള്ളൊരു സംവിധാനമുണ്ട്. ഇനി വീഡിയോ വഴിയാണെങ്കിലും ശരി. നമ്മളെ കാലത്ത് അതില്ല. അത് മറ്റൊരു കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ നമ്മളെ ഓഫീസിലേക്ക് ഒരുപാട് ഈ ഇൻറ്റേൺഷിപ്പിന് കുറേ പിള്ളേർ വരാറുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് രാഷ്ട്രപതി ആരാന്നറിയില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മളെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്, അവർക്ക് പലരും അറിയില്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മളെ കളമശ്ശേരി അതായത് ഒരു കോളേജിലെ MSc ഒരു 4 പിള്ളേർ വന്നു. അവർക്ക് ഈ 4 പിള്ളേർക്കും ഇന്ത്യയുടെ രാഷ്ട്രപതി അറിയില്ല. പറയുമ്പോൾ അവർ ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസം ഒരു സബ്ബായി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന പിള്ളേരാണ്. അവർക്ക് രാഷ്ട്രപതി ആരാന്ന് അറിയില്ല. ജേർണലിസം സബ്ബാണ്, അവർ ഇൻറ്റേൺഷിപ്പിന് വന്നതാണ് ജേർണലിസത്തിൽ. പക്ഷേ അവർക്ക് അതിൽ കുട്ടിയോട് ഞാൻ ഈ വത്തക്ക ബട്ടർ വരെ നമ്മുടെ നോമ്പിൻ്റെ കാലമായിരുന്നു. അപ്പോൾ വത്തക്കയുടെ ഒരു സീസണാണല്ലോ. ഈ വത്തക്ക നമുക്ക് കെമിക്കലുള്ള വത്തക്ക, കെമിക്കൽ ഇല്ലാത്ത വത്തക്ക അതെങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു. അവർക്കറിയാം, ഒരു കോൺഫിഡൻസിലായിരുന്നു അവർക്ക് എഴുതാൻ കഴിയും. പക്ഷെ അവർ എന്നെ അത്ഭുതപ്പെടുത്തി വളരെ അടിപൊളിയായിട്ട് എഴുതി. അപ്പോൾ ഞാൻ കുട്ടിയോട് വെച്ചു, നീ ഇതെങ്ങനെ എഴുതി വെച്ചു, ഇത് കോപ്പി അടിച്ചൊന്നല്ലോ പറഞ്ഞു. അല്ല കോപ്പി അടിച്ചൊന്നുമില്ല, ഞാനത് ചാറ്റ് GPTയോട് ചോദിച്ചു, അവർ എനിക്ക് നല്ല കുറേ ആൻസർ തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ CBSE കുട്ടികളാണ്, അപ്പോൾ അവർക്ക് നല്ല ലാംഗ്വേജ് പറയും. അപ്പോൾ കുട്ടികളുടെ ലെവൽ അതാണ്. അവർക്ക് എൻ്റെ ഒരു സംഭവം കൂടി പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മോളോട്, അപ്പോൾ അവള് B.Tech കഴിഞ്ഞ, അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദുവിൽ വന്നൊരു ലേഖനം, ഹിന്ദുവിൽ വന്ന ലേഖനം എന്ന് പറയുന്നത് നമ്മളെ ഈ ഇതാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമാണ്. മൺസൂണിൻ്റെ ഗതിയെ സംബന്ധിച്ചൊരു സെർച്ച്. അപ്പം ഞാനതെടുത്തിട്ട് കൊടുത്തു, നീ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടാന്ന് പറഞ്ഞു. ഞാനത് കൊടുത്തു പോയി, വൈകുന്നേരമായിട്ടും അത് കിട്ടുന്നൊന്നുമില്ല. ഞാൻ പിന്നെ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചപ്പോൾ നീ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെ ഇതാന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ എന്താണ് അത് ഗൂഗിൾ അത് ഞാൻ ചോദിച്ചു, ബോട്ട് എന്നിട്ടും പറഞ്ഞു. ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ആപ്പിൽ കൊടുത്താണ്. ആപ്പിൽ കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു. മൂപ്പര് യാതൊരു. അപ്പം ഞാൻ ഒരു പൊതുധാരണയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന ധാരണയിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പം അതിനൊന്നും മെനക്കെടുന്നില്ല. വളരെ സിമ്പിൾ, നിങ്ങൾക്ക് എന്താ വേണ്ടത് ട്രാൻസ്ലേഷൻ, അതിതാ കിട്ടി. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് എനിക്ക് വാട്സപ്പിൽ ലാം അപ്ഡേഷൻ കിട്ടുന്നത്. എല്ലാവർക്കും ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും കിട്ടുകയാണ്. അപ്പോൾ നമുക്കൊക്കെ സാധാരണ ഇതിൽ എല്ലാവർക്കും അത് പരിചയമായിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ചാറ്റ് ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ എത്ര നേരം വേണമെങ്കിലും ഏത് വിഷയത്തിൽ നമുക്ക് മടുപ്പ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാക്കുന്നില്ല. എന്ത് ചോദ്യം നമ്മുടെ ക്യൂരിയോസിറ്റിയുടെ അപ്പുറത്തേക്കുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടുമോ? അത് എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല, ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ ഇപ്പോൾ ഈ പുതിയ തലമുറയുടെ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മെല്ലെ ഇതായി പോവാണ്. ഈ അപകടം എന്ന് പറയുന്ന സാധനം അവിടെയാണ്. കാരണം പറയാം, ഇപ്പോൾ ഉസ്താദ് ഹോട്ടലിൽ ദുൽഖർ സൽമാനും മാമുകോയ പഴയ തലമുറ. എന്നിട്ട് ഇങ്ങനെ കണക്കെത്ര ചോദിക്കുമ്പോൾ ദുൽഖർ സൽമാൻ അതിങ്ങനെ കണക്കൂട്ടി ഒരു ബബടിക്കാണ്. അവസാനം മാമുകോയ ഒറ്റടിക്ക് അത് 160 ഒറ്റടിക്ക് കണക്ക് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തലമുറ ഇപ്പോൾ മാസൊക്കെ ഒരു 10-20 വർഷം മുമ്പൊക്കെ നമ്മൾ ഡെസ്കിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് മൻമോഹൻ സിംഗ് എത്ര കാലം മൻമോഹൻ സിംഗ് എന്നാണ് അധികാരത്തിലേറിയെന്നൊക്കെ അവർക്ക് നോക്കണമെങ്കിൽ ഇയർ ബുക്ക് അങ്ങനത്തെ ഒരു പുസ്തകങ്ങൾ മറിച്ച് നോക്കണം, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ള ആളുകളോട് നോക്കണം. പക്ഷേ ഇപ്പോഴത്തെ തലമുറക്ക് ആവശ്യമില്ല. അത് ജസ്റ്റ് നേരത്തെ പറഞ്ഞ ചാറ്റ് GPT
ജസ്റ്റ് ചുമ്മാ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ കാൽക്കുലേറ്ററും ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു പക്ഷേ അവർ കണക്കിൽ ഒരു പക്ഷേ വീക്കായിരിക്കാം, ലോജിക്കൽ റീസണിൽ കുറച്ച് വീക്കായിരിക്കാം. പക്ഷേ അവർക്കതിൻ്റെ ആവശ്യമില്ല. അവർക്കിങ്ങനെ ഈ 10x10 100 അല്ലെങ്കിൽ 8x8 64 ഇങ്ങനെ അവർക്ക് ബൈഹാർട്ട് വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാണ്, പഴയ തലമുറയിൽ എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് പറഞ്ഞിരിക്കാതെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അതിന് റീസൺസ് എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഒരുപക്ഷെ നല്ല ട്രെയിൻഡായി ഇപ്പോഴത്തെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല ജില്ലാ തലത്തിൽ അതുപോലെ തന്നെ സബ് ജില്ലാ തലത്തിലൊക്കെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ സർക്കാർ തലത്തിൽ കിട്ടുന്നു. ഇനി ഇപ്പോൾ സ്വകാര്യ സ്കൂളുകൾ തന്നെ, ഞാനൊരു നാട്ടിലെ സ്കൂളിൻ്റെ കമ്മിറ്റി ഭാരവാഹിയാണ്. ഞങ്ങളിപ്പോൾ സ്കൂൾ ആരംഭിക്കുന്നതിന് മുൻപേ ഒരു പ്രൊഫഷണൽ മേഖലയിലുള്ള 1-2 ആളുകളെ കൊണ്ടുവന്ന് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. അവർക്ക് അവരുടെ അക്കാദമിക്കലായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് ഒരു ഫ്രഷ്നെസ്സൊക്കെ അവരിൽ കൊണ്ട് അങ്ങനെ ഇത് എല്ലാം അവൈലബിളാണ്. ഇപ്പോൾ AI സാങ്കേതിക വിദ്യ അവർക്ക് ഹെൽപ്ഫുള്ളായിട്ട് എന്ത് കാര്യത്തിനും പെട്ടെന്ന് അടിക്കുക, പെട്ടെന്ന് കിട്ടുക, ഈ ഒരു രീതിയിലേക്ക് മാറും. എന്നിട്ടും ഈ ഒരു സംശയം മുക്താറിനുണ്ടാകുന്നതും പിന്നെ സലാംക്കാക്ക് ആ ഒരു സംശയത്തോട് എങ്ങനെ ഖണ്ഡിക്കാൻ കഴിയുന്നു, അത് അവിടെ നമ്മുടെ എല്ലാ സാങ്കേതികതകളും വരുമ്പോഴാണ് നമ്മളിപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത് ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ വിജയിച്ചു പോകുന്നു എന്നുള്ളത്. ഇതിനെ അടിസ്ഥാനമാക്കുന്ന ഒരു ഘടകം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പം ക്വാളിറ്റിക്ക് ഒരു ഇൻഡെക്സ് ഉണ്ട്. അതെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ 1-ാം ക്ലാസ്സിൽ ഒരു കുട്ടി എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവേണ്ടത് എന്ന് ഇപ്പോൾ പാഠ്യപദ്ധതി രൂപീകരിക്കുമ്പോൾ അതിനൊരു ഇത് വെക്കും. ഇപ്പോൾ 2-ാം ക്ലാസ്സിലെ കുട്ടിയെ ചോദിക്കുന്ന ചോദ്യം ആ കുട്ടിക്ക് ഇത്തരത്തിര കാര്യത്തിൽ, കണക്കിൻ്റെ കാര്യത്തിൽ, മലയാളത്തിൻ്റെ കാര്യത്തിൽ, ഭാഷകളുടെ കാര്യത്തിൽ ഇന്ന ക്വാളിറ്റി കുട്ടിക്ക് ഉണ്ടായിരിക്കണം 2-ാം ക്ലാസ് കഴിയുമ്പോൾ എന്ന് പറയുന്നത്. ആ ക്വാളിറ്റിയുടെ അതാണ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിലവാരമുണ്ടോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും സാമാന്യമായി നമ്മൾ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എഴുതാനും വായിക്കാനും അറിയണം, അത് ഇംഗ്ലീഷും അറിയണം എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു പൊതു കാര്യമായി. പിന്നെ കണക്കും സാമാന്യം അറിയണം. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള സർവേകൾ, ഓൾ ഇന്ത്യ തലത്തിൽ വന്നിട്ടുള്ള സർവേകൾ, ആനുവൽ ഇൻഡെക്സുകൾ, ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ കേരളത്തിൻ്റെ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം പിന്നോട്ടാണ് എന്നൊരു യാഥാർത്ഥ്യം, അത് യാഥാർത്ഥ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അത് ഔദ്യോഗികമായ ഒരു സർവേ അനുസരിച്ച് പ്രസിദ്ധീകരിച്ച ഒരു കണക്കാണ്, സർക്കാർ പ്രസിദ്ധീകരിച്ച ഒരു കണക്കാണ്. ആ കണക്കുകളുടെയും കൂടി ഒരു ഭാഗമായിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഗതി വെച്ചിട്ടായിരിക്കണം. ഇപ്പം ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷ. അപ്പം ഞങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കുന്ന ആൾക്കാരെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സയൻസ് പഠിക്കാൻ വന്നു, ബേസിക് സയൻസ് അറിയില്ല, മാത്സിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയില്ല, അതേപോലെ ഇങ്ങനെ അറിയാത്തൊരു കൂട്ടരും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഇതല്ല. നല്ലൊരു ശതമാനം ആളുകൾ എത്രയോ ഉയർന്ന തലത്തിലേക്ക്. അപ്പോൾ അവിടെ അതൊരു എന്താണ്, സിസ്റ്റത്തിൻ്റെ ഒരു തകരാറായിട്ട് കാണണം. എങ്ങനെ നമ്മളിപ്പോൾ എല്ലാവരെയും, ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിൽ 1% പോലും ആളുകൾ സ്കൂളിൽ പോകാത്തവരില്ല. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1% പോലും ഇല്ല. അപ്പോൾ പക്ഷേ ഈ എല്ലാവരെയും നമ്മൾ സ്കൂളിലെത്തിച്ചു. പക്ഷേ ഈ എല്ലാവർക്കും 10-ാം ക്ലാസ് പാസ്സാക്കുകയൊന്നും ചെയ്യുന്നുണ്ട്. ഇപ്പം 99.69 എന്ന് പറഞ്ഞാൽ 0.31% മാത്രമാണ് തോറ്റവരെന്ന് പറഞ്ഞാൽ ഈ D+ കിട്ടാത്തവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും ജയിച്ചു എന്നാണ്. പരീക്ഷ മുഴുവൻ എഴുതാത്തവർ മാത്രമേ ഈ D+ കിട്ടാത്തുള്ളൂ. ഈ പണ്ട് SSLCയിൽ തോൽവിയും വിജയവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം മാറ്റുന്നത് ഈ മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഈ ഗ്രേഡിംഗ് സിസ്റ്റം ഇതിനെ ബാധിച്ചിട്ടുണ്ടോ? ഗ്രേഡിംഗ് സിസ്റ്റം മാഷ് പറയാം എന്താണ്? അല്ല, അതായത് ഇപ്പോൾ നമ്മൾ ഗ്രേഡിംഗ് അതിന് നമ്മളിപ്പോൾ ഈ ഗ്രേഡിംഗ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു കൺസെപ്റ്റ് വളരെ മികച്ചതാണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും പേരിൽ കുട്ടികൾ ജയിച്ചോ തോറ്റോ എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല എന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം.
അപ്പോൾ ശരിയല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഒരു 1 മുതൽ 10 വരെ. പക്ഷേ ഇതിൻ്റെ ഇപ്പുറത്ത് വേറൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. 89 കിട്ടിയ ആൾക്ക് എ ഉള്ളൂ, 90 കിട്ടിയ ആള് A+ ആയി. അപ്പോഴും ഒരു മാർക്കിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അത് പിന്നെ ഈ ഈ ഓട്ടത്തിൽ ജയിക്കണോലും തോൽക്കണോലും എന്ന് പറയുന്നത് ഒരു ഉണ്ടാവും. പക്ഷെ ഇത് കൺസെപ്റ്റിന്റെ പ്രശ്നമല്ല. അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിനെ കൃത്യമായി പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ ചോർന്നു പോകുന്നത് വളരെ അടിസ്ഥാനപരമായ എന്താ പറയുക, സാമൂഹികമായി സാമ്പത്തികമായി ഒക്കെ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾ ഇതിൻ്റെ ഉള്ളിലൂടെ ചോർന്നു പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം ഒരു പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ ഈ നിലവാര തകർച്ചയെക്കുറിച്ചിട്ടുള്ള ആളുകൾ പറയുന്നതിനൊരു കാരണമായിരിക്കാമെന്ന് ചിന്തിക്കണം. പക്ഷേ ഈ നിലവാര തകർച്ച എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നേരത്തെ റാഷിദ് ഈ ട്രെയിൻഡായ അധ്യാപകർ പറഞ്ഞു. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ ആകെ ഒരു തവണ 10ാം ക്ലാസ്സിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8, 9, 10 3 വർഷത്തിൽ ആകെ ഒരു തവണയാണ് എൻ്റെ സ്കൂളിൽ വന്നത്. അത് എൻ്റെ ഉപ്പാൻ്റെ കുറ്റമല്ല, അത് സിസ്റ്റം അന്ന് അങ്ങനെയാണ്. അന്ന് പാരൻസിന് സ്കൂളിട്ടൊരു ബന്ധമല്ല. പക്ഷേ പിന്നെ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കാശം ഒരു AIO പ്രശ്നിക്കുന്ന കേട്ടിട്ടുണ്ട്. ഒരു ആ ഫാദറിന് ആ മോനെവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്ന പോലും അറിയില്ല. ഇന്ന് അങ്ങനെയല്ലേ, എൻ്റെ മോൻ ഏത് ഡിവിഷനിലാണ് പഠിക്കണമെന്നും എൻ്റെ മോനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ എനിക്കറിയാം, അവരെ ഞാൻ സ്ഥിരമായിട്ട് ബന്ധമുണ്ട്. എല്ലാ പാരൻസും അങ്ങനെയായിരിക്കും. അധ്യാപകർ ഇങ്ങോട്ട് വിളിക്കുന്നു, ഇന്ന് എൻ്റെ മോനെ ഏതൊക്കെ പഠിപ്പിച്ചു എന്നറിയും, അവന് കിട്ടിയ മാർക്ക് എല്ലാം അറിയാം. മൊത്തം മാറി, സ്കൂൾ മാറി അല്ലേ. മാഷ്ക്കറിയാലോ, സ്കൂളിൻ്റെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരാൾ തിരിഞ്ഞു നോക്കൂല. ഒരാൾ പഠിക്കാത്ത അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമായിരുന്നു സർക്കാർ സ്കൂളുകൾ. ഇന്നിപ്പോൾ മൊത്തം മാറി. ഇൻഫ്രാസ്ട്രക്ചറിൽ എല്ലാ നിലക്കും സ്വകാര്യ സ്കൂളിനെ കവച്ച് വെക്കുന്ന തരത്തിൽ സ്കൂളുകൾ എല്ലാം മാറി. ഈ പ്രൈവറ്റ് സ്കൂളുകൾ ഇന്ന് സർക്കാർ സ്കൂളുകൾ മത്സരിക്കുകയാണ്. കാരണം പിന്നെ ഇവർ വീക്കാണെങ്കിൽ കുട്ടികളൊക്കെ പ്രൈവറ്റ് സ്കൂളിലേക്ക് പോകും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളിൽ പോകും. മാനേജ്മെൻറ്റ് സ്കൂൾ അന്ന് ഒരർത്ഥത്തിൽ ബാക്കിലായിരുന്നു തോന്നുന്നത്. സർക്കാർ സ്കൂൾ അപേക്ഷിച്ച് പിന്നെയും മാനേജ്മെൻറ്റ് സ്കൂളാണ് ബാക്കിൽ. അവർ LSS, ഇപ്പം എൻ്റെ മോൾക്ക് LSS കിട്ടി. അത് അധ്യാപകൻ്റെ ശ്രമമാണ്. അങ്ങനെ അധ്യാപകൻ ക്ലാസ് കഴിഞ്ഞിട്ടും അവർക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തിട്ട് അധ്യാപകൻ്റെ അധ്യാപകൻ സ്കൂൾ കഴിഞ്ഞിട്ട് 6 മണി വരെ റിസ്ക് എടുത്ത് ഞായറാഴ്ചകൾ പോലും അധ്യാപകൻ റിസ്ക് എടുത്ത് അധ്യാപകന് ഒരിക്കലും അഡീഷണൽ അലവൻസ് കിട്ടുന്നില്ല. സ്കൂൾ മൊത്തം മാറി. അതുപോലെ തന്നെ ട്രെയിൻഡ് ടീച്ചേഴ്സ്. എനിക്ക് ഓർമ്മ, എൻ്റെ ചെറുപ്പത്തിൽ നല്ലൊരു ബഷീർ എന്ന ആളുണ്ടായിരുന്നു. കുറച്ചൊരു ഫിസിക്കലി ഡിസേബിൾഡായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഞാനൊക്കെ എന്നേക്കാൾ 5-6 വയസ്സ് കൂടുതലുണ്ടവന്, എന്നിട്ടും എൻ്റെ ക്ലാസ് ആയിരുന്നു. എന്ത് പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അവനങ്ങനെ അടിക്കൊന്നത്തെ ടീച്ചർ. പക്ഷെ ഇന്നങ്ങനെ സിസ്റ്റം അല്ലല്ലോ. ഇന്ന് എല്ലാ ടീച്ചേഴ്സാണ് ശരി, മദ്രസയിലാണ് ശരി, അങ്ങനെ ട്രെയിൻഡാണ് ടീച്ചേഴ്സ്. തീർച്ചയായിട്ടും നല്ല ട്രെയിൻഡാണ്. അന്നൊന്നും B.Ed ആവശ്യമില്ലല്ലോ. B.Ed പോയിട്ട് ഡിഗ്രി ഇല്ലാത്ത കുട്ടികൾ ടീച്ചേഴ്സൊക്കെ പഠിക്കുന്നത്. ട്രെയിൻഡ് അല്ലാത്ത ഒരാളും സ്കൂളിൽ ആ ഒരു മാറ്റം എല്ലാ ഭാഗത്തും ഉണ്ട്. അതൊരു വാസ്തവമാണ്. അതിപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ എന്താണ് മുക്താർ പറഞ്ഞ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ആ വാക്കിപ്പം ഉപയോഗിക്കാൻ പാടുമെന്ന് അറിയില്ല. നമ്മൾ ഭിന്നശേഷിക്കാരിൽ നിന്ന് എന്ന് പറയുന്നതിലും കുറച്ചുകൂടി മാറിയും തോന്നുന്നു ഇപ്പോൾ പുതിയ വാക്ക്. അപ്പോൾ അത്തരം ആളുകൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള കാരണങ്ങളിൽ പല കാരണങ്ങൾ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, പഠന പ്രയാസങ്ങളുള്ള ആൾക്കാർ, അവർക്കൊക്കെ കിട്ടുന്ന കെയർ, അവർക്കൊക്കെ അവരോടുള്ള സമീപനം, ശാസ്ത്രീയമായ സമീപനം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്തരം കുട്ടികൾക്ക് ഓരോ പഞ്ചായത്തിലും പ്രത്യേക സ്കൂളുകൾ ഉണ്ട്. 2 സമീപനമുണ്ട്. സാധാരണ സ്കൂളിൽ പോകണം എന്നുള്ളൊരു സമീപനമുണ്ട്, അതേ സമയത്ത് സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു സമീപനമുണ്ട്. അപ്പോൾ അധ്യാപകരാവട്ടെ, അപ്പോൾ അധ്യാപകരൊക്കെ ഒരു പക്ഷേ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പറയുന്നത് ഒരു സ്കൂളിൽ നമ്മൾ പോവുകയും വരികയൊക്കെ ചെയ്യാന്നല്ലാതെ സമരങ്ങൾ, അധ്യാപക സമരം, വിദ്യാർത്ഥി സമരം, അങ്ങനെ വ്യാപകമായ സമരങ്ങളും അരക്ഷിതാവസ്ഥയും ഉണ്ടായിരുന്ന കാലത്താണ് ഈ സ്വകാര്യ സ്കൂളുകൾ പെട്ടെന്ന് വളർന്നത്. അപ്പോൾ ഒരു ലേശൊരു ബോധമുള്ള ആൾക്കാരൊക്കെ സ്വകാര്യ സ്കൂളുകളിലേക്ക് പോയി. ഇപ്പോൾ ആ ഒരു സാഹചര്യം വന്നപ്പോൾ അധ്യാപകരുടെ ജോലിയും സ്കൂളും തകരുന്നതാണെന്നുള്ളൊരു സാഹചര്യം കൂടി വന്നു. അപ്പോൾ അധ്യാപകരുടെയും കൂടി ഒരു ആവശ്യമായി മാറി വിദ്യാലയങ്ങൾ നല്ല നിലയിൽ പോകേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് രക്ഷിതാക്കൾ ആരാണ് സ്കൂളിൽ പോയി നോക്കിയിരുന്നത്? കുട്ടികളുണ്ടെങ്കിൽ സ്കൂളിൻ്റെ അടുത്തുള്ള സ്കൂളാണെങ്കിൽ പോകും, ഓന് പോകാൻ പറ്റൂലേ പോവില്ല, അത്രയേ ഉള്ളൂ.
ഒരാളും അങ്ങോട്ടും പറയുന്നില്ല. ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം ഈ പറഞ്ഞ പോലെ രക്ഷിതാക്കൾ നിരന്തരമായ ബന്ധമാണ് ഓരോ കാര്യവും നിരീക്ഷിക്കുന്നത്. അപ്പോൾ അധ്യാപകരുടെ ഇടയിലുള്ള ഒരു ഉണർവും രക്ഷിതാക്കൾക്ക് ഇടയിലുണ്ടായിട്ടുള്ള ഒരു അധിക താല്പര്യവും എൻ്റെ മക്കൾ നമ്മൾ ഈ ഗൾഫിലൊക്കെ പോയിരുന്ന ആൾക്കാർ, വളരെ സാധാരണ ജോലി ചെയ്തിരുന്ന ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് നല്ല പഠിച്ച ആൾക്കാർ വന്ന് ഇവരെക്കാളും മേലെ വന്ന് ഉയർന്ന ശമ്പളം വാങ്ങി പോകുന്നത് കണ്ട് തിരിച്ചു വന്ന ആൾക്കാർ എൻ്റെ മക്കള് ഈ പറയുന്ന സ്ഥലത്തിലേക്ക് ആക്കണം എന്നുള്ള ഒരു വാശി ആഗ്രഹവും അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. ഇത് പറയുമ്പോൾ പോലും നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ നിന്ന് ഈ ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നത് എന്നിട്ടും ശരിയാണത്. ഈ ഒരു ചോദ്യമാണ് നമുക്ക്. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ഇപ്പോൾ പണ്ടത്തെ അധ്യാപകരുടെ ഒരു ക്വാളിറ്റി, അന്നത്തെ കുട്ടികളുടെ ഒരു ക്വാളിറ്റി നമ്മൾ എടുത്താൽ അവർ മന്ത്രി പറഞ്ഞതിനോട് എനിക്ക് സ്വാഭാവികമായിട്ടും ചെറിയ തരത്തിൽ യോജിപ്പുണ്ട്. അതേസമയം തന്നെ അതിൻ്റെ പ്രാക്ടിക്കലി സിസ്റ്റങ്ങളോട് വരുന്ന സമയത്ത് അവിടെ വിയോജിപ്പ് നമ്മൾ പറയേണ്ടി വരും. ഉദാഹരണത്തിന് പണ്ട് ഈ ലോകകപ്പ് അല്ല, അതിന് തൊട്ട് മുമ്പുള്ള ലോകകപ്പിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികൾ രാത്രി ആയാൽ ഈ ഫ്ലക്സ് ബോർഡ് അടിക്കും. ഈ പലക ഇങ്ങനെ ഫ്ലക്സ് ചേർത്തി വെക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരൊക്കെ ഓടി വിളിക്കുന്നത്. എല്ലാവരും ഓടിയ സമയത്ത് നോക്കിയ സമയത്ത് നാട്ടിലെ സദർ ഉസ്താദ് അതിലെ ഭക്ഷണം കഴിക്കുന്ന ചെലവിന് വേണ്ടി വീട്ടിലേക്ക് പോവുകയാണ്. റോഡിലൂടെ പോകുമ്പോൾ ഇവർ ഓടുകയാണ്. അപ്പോൾ നേരെ മറിച്ച് ഇക്കഴിഞ്ഞ ലോകകപ്പിന് ഇതേ കുട്ടികൾ വീണ്ടും അവിടുന്ന് അടിക്കുന്നു. സദർ ഉസ്താദ് ആള് മാറി പുതിയ ആളായി പോകുന്നു. 4 വർഷം കൊണ്ട് ഉണ്ടായൊരു മാറ്റവും അതിൽ പോകുന്നു. പക്ഷേ ഇതിൽ മുക്താർ പറഞ്ഞ ഒരു ഘടകവും ഉണ്ട്. അതായത് ഇപ്പോൾ ആരാണ് രാഷ്ട്രപതി എന്ന് ചോദിച്ചാൽ അറിയണ്ടേ? ആരാണ് രാഷ്ട്രപതി എന്ന് അറിയാത്ത ഒരാൾ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള സാമാന്യം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്ന് ആരാണ് രാഷ്ട്രപതി എന്ന് അറിഞ്ഞിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു തമാശ ഉണ്ട്, ഉസാഗു പഠിച്ചിട്ടുണ്ട് ലസാഗു പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അതുപോലെ ആരാണ് രാഷ്ട്രപതി എന്ന് പഠിച്ചിട്ട്, അത് എൻ്റെ വിഷനാണ്. എനിക്ക് ജീവിതത്തിൽ അതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന് കാണാതെ പഠിച്ചിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഞാനൊരു കോമ്പറ്റീഷൻ എക്സാമിന് ഞാൻ പഠിക്കുകയാണെങ്കിൽ പക്ഷേ എനിക്ക് രാഷ്ട്രപതി പ്രണവ് മുഖർജി പിന്നെ ദ്രൗപദി മുർമു ആണെന്ന് ഞാൻ കാണാണ്ട് പഠിക്കണം, ചീഫ് ജസ്റ്റിസ് കാണാൻ പഠിക്കണം. അതുപോലെ ഫ്രഞ്ച് വിപ്ലവം ഒന്നുണ്ടായിരുന്നു ഞാൻ ഒക്കെ കാണാതെ പഠിക്കണം. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പിള്ളേരോട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഫീൽഡ് ജേർണലിസം ഫീൽഡാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കോമ്പറ്റീഷൻ എക്സാമിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ രാഷ്ട്രപതി ആരാന്ന് അറിഞ്ഞിരുന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ച് വെറുതെ സമയം കളയണ്ട. ഞാനതാ അവരോട് പറഞ്ഞു. പണ്ട് ഈ ലസാഗോ ഉസാഗോ ഒക്കെ പഠിച്ചിട്ട് എന്താണ് ഇപ്പോൾ അതിൻ്റെ ഉപകാരം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഇത്രയാണ്. കാരണം അന്നത്തെ ആ ഒരു അപ്പം അന്നത്തെ ആ ഒരു പേടി അധ്യാപകരോടുള്ളൊരു സൗഹൃദം കൂടി, കുട്ടികൾക്ക് സൗഹൃദം കൂടി. നമ്മൾ എത്ര കണ്ടാണ് ചില സ്കൂളിൽ നിന്നൊക്കെ ഒരു അധ്യാപകർ കരയുന്ന സീൻ നമ്മളെ കൊണ്ടേ കണ്ടു. പക്ഷെ സ്കൂൾ ആനുവൽ ഡേയിൽ അവിടെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ടീച്ചേഴ്സാണ്. അവിടുത്തെ ടീച്ചേഴ്സ് കുട്ടികളെ ഡാൻസ് ചെയ്യും. ഒരു കെമിസ്ട്രി രൂപപ്പെട്ടിട്ടുണ്ട്. അത് മാഷ്ക്കനെ തോന്നുന്നില്ല, കുട്ടികൾക്കിടയിലും അധ്യാപകർക്കും നല്ലൊരു കെമിസ്ട്രി. പക്ഷെ നേരെ പറഞ്ഞ പോലെ അടിക്കുന്നവരുണ്ടെങ്കിലും പഴയ നമുക്കൊന്നും അധ്യാപകരുടെ ഒരു സ്നേഹം തോന്നിയിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊന്നും അധ്യാപകരോട് അങ്ങനെ സ്നേഹം തോന്നിയ അധ്യാപകർ വളരെ കുറവാണ്. ഒരു സയൻസ് ടീച്ചർ എന്തോ, ഒരു രജൻ ടീച്ചർ അങ്ങനെ എന്തോ, ബാക്കിയുള്ളൊന്നും ഇങ്ങനെ സ്നേഹം തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെയില്ല. കാരണം എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ മോഡൽ മാഷ് ഇത് കേൾക്കുന്ന ടീച്ചേഴ്സ് പറയാണ്. പക്ഷെ നല്ലതും പറയണല്ലോ. ഇപ്പം എൻ്റെ മോളെ പഠിപ്പിക്കുന്ന ഒരു ജവാദ് മാഷ്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എൻ്റെ മോൾ എങ്ങനെയൊക്കെയോ ഇവർക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റൊക്കെ നോക്കിയിട്ട് അവർ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തലേ ദിവസം അവർ ഉറക്കൊഴിച്ചിട്ട് മാഷ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ റിസ്ക് എടുത്തു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ അങ്ങനെ ഒരു നല്ലൊരു ബന്ധം, ഒരു കെമിസ്ട്രി രൂപപ്പെട്ടിട്ടുണ്ട്, നല്ലൊരു ബന്ധം. ശരിയാണ്. അതൊരു വാസ്തവമാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന അധ്യാപകർ എന്ന് പറയുന്നത് അധ്യാപകർ മാത്രമല്ലല്ലോ, അതെ, മുതിർന്ന ആളുകളെല്ലാം മാറി. അധ്യാപകർ മാത്രമല്ല, രക്ഷിതാക്കൾ മാറി, അതിന്റെ ഭാഗമാണ് മുതിർന്ന ആൾക്കാർ മാറി, ആ സദർസ്ഥാദ് മാറി. ഒരു പള്ളിയിൽ പോയാല് ഒരു കുട്ടിക്ക് 1ാമത്തെ സഫിൽ നിർത്താൻ ഒരു ബുദ്ധിമുട്ടില്ല. 1ാമത്തെ സഫിൽ
അത് മാത്രമല്ല ആദ്യം നമ്മൾ ഈ സൽക്കാരം കല്യാണം അതിനൊക്കെ നമ്മൾ ആദ്യം ഫസ്റ്റ് ട്രിപ്പ് ഉണ്ട്, അതൊക്കെ നാട്ടിലെ കാരണവന്മാർക്കുള്ളതാണ് ഫസ്റ്റ് ട്രിപ്പ്. ഇപ്പൊ അങ്ങനൊന്നുമില്ല, ഇപ്പൊ ആ വേർതിരിവൊക്കെ മാറി. ഇപ്പൊ കുട്ടികൾ ഫസ്റ്റ് എന്ന രീതി മാത്രമല്ല ഞാൻ ഇരിക്കുമ്പോ എന്റെ മോനെ ഞാൻ എന്റെ വലുത് ഭാഗത്ത് ഇരുത്തും. ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇതിൻ്റെ ഒരു അനുമാനത്തിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയാലേ കുട്ടികൾ കിട്ടുന്നുള്ളൂ എന്ന്. ഇപ്പോൾ AC ക്ലാസ് മുറികൾ നിർബന്ധമാണ്, ട്യൂഷൻ സെൻ്ററുകൾ മാത്രമല്ല. ഇപ്പോൾ എൻ്റെ പെങ്ങളുടെ മകൻ ഇവിടെ ജയ്ത്തൂനിൽ പട്ടാമ്പിയിൽ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയി ചേർന്നു അവിടെ. അപ്പോൾ അവിടെ റൂമെല്ലാം പോയി കണ്ടു നോക്കുന്നു, നല്ല AC റൂം. ഞാനും ബോർഡിംഗ് ഹോസ്റ്റൽ വളാഞ്ചേരി മർക്കസിൽ പഠിച്ച 8ാം ക്ലാസ് മുതൽ ചൂട് കാലത്ത് ചൂട് കൊണ്ട് കരിയണം, മലിൻ്റെ മുകളിലാണത്. ഇന്ന് ഇവരും ഇതേ ഒരു മലിൻ്റെ മുകളിലാണ്, പക്ഷെ അവിടെ AC സജ്ജീകരിച്ചില്ലെങ്കിൽ അവർക്ക് സംവിധാനമില്ല, അതിന് ഫീസ് കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. അപ്പോൾ AC സംവിധാനങ്ങൾ വന്നു. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ടു, കളിസ്ഥലങ്ങൾ വളരെ മെച്ചപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ തുടങ്ങി. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒരു തമാശ രൂപേണ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രായമായി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊന്നും വാപ്പാർക്ക് പ്രായമായി കഴിഞ്ഞ് സ്കൂളിലെത്തുന്നത് ഇഷ്ടമല്ല എന്ന് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. കുട്ടികൾ രക്ഷിതാക്കൾ പാരൻസ് മീറ്റിങ്ങിനൊക്കെ അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യത്തിന് സ്കൂളിലേക്ക് വരുമ്പോൾ പ്രായമായ സലാം ഖാനെ പോലെ അല്ല 68 ഞാൻ പ്രായമായി എന്നല്ല പറയും, അവർ മുടി നരച്ച് അങ്ങനെ വരുന്നത് ഇഷ്ടം അല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിനിടയ്ക്ക് വളർന്നു വരുന്നുണ്ട്. അവരാഗ്രഹിക്കുന്നത് വെച്ചാൽ എൻ്റെ ഉപ്പ ഭയങ്കര സ്മാർട്ടായിരിക്കണം, നല്ല വില കൂടിയ കാറിൽ വരണം, ആ ഒരു ട്രെൻഡിലേക്ക് പോകുന്ന കുട്ടികളും ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പഴയതാണ്, വളരെ പഴയ ഒരു ഞാനൊരു സന്ദർഭം കയറ്റ വരിയിൽ കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു വരുമ്പോൾ പോലും ഇപ്പോൾ അധ്യാപകരുടെ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ അധ്യാപകരുടെ നിലനിൽപ്പിന് കുട്ടികൾ ആവശ്യമുണ്ട്. അപ്പോൾ അവരുടെ പഠിപ്പ് നിലവാരം ഉയരുകയാണ് വേണ്ടത്. ഇങ്ങനെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇപ്പോൾ സ്കൂളുകളിലൊക്കെ നമ്മുടെ ഇപ്പോൾ എൻ്റെ നാട്ടിൽ കൊടുവള്ളി ഹയർ സെക്കൻഡറിയിലൊക്കെ കുറഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് വരെ അവിടെ 70, 60, 65, 80% ഉണ്ടായിരുന്നിടത്ത് ഇപ്പം അത് 90, 95 ഒക്കെയായി ഇങ്ങനെ മാറി. ഇപ്പോൾ ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശതമാനക്കണക്കുകൾ. പക്ഷേ ഈ പറയുന്ന ക്വാളിറ്റി കണക്ക് താഴേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഘടകത്തിൽ നിന്ന് വരേണ്ടത് ഒരു അക്കാഡമിക് ലെവലിൽ അവിടെ നിന്ന് ഉരുത്തിരിയേണ്ട സംവിധാനം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ NCERT നിയമപ്രകാരം പറയുന്നത് ഇപ്പോൾ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ പേര് ഒഴിവാക്കുന്നു. അതോടൊപ്പം അയോധ്യ കൂട്ടിച്ചേർക്കുന്നു. പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് എങ്ങനെ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നു, എങ്ങനെ ഈ തരത്തിലുള്ള ഇപ്പോൾ മെഡിക്കൽ ഒരു എത്തിക്സ് യോജിക്കാത്തൊരു സംഭവമാണല്ലോ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്ക് ഒരു പ്രാർത്ഥന നടത്തിയതിന് ശേഷം ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗിയുടെ അടുത്ത് ആ ഡോക്ടർ ചെയ്യേണ്ടത് സാധാരണഗതിയിൽ അയാൾ പോയിട്ട് അത് അദ്ദേഹത്തിന് എന്താണോ രോഗിക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു പോരും. പക്ഷെ ഈ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ കടന്നു കൂടാൻ പാടില്ലാത്ത രീതികൾ കടന്നു കൂടുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന ക്വാളിറ്റിയേക്ക് മാറിപ്പോകുമോ എന്ന് ഭയപ്പെട്ടാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അത് നിക്ഷിപ്ത താല്പര്യം വിദ്യാഭ്യാസത്തിൽ കടത്തിക്കൂട്ടാൻ വേണ്ടി, രാഷ്ട്രീയ താല്പര്യം കടത്തിക്കൂട്ടാൻ വേണ്ടി എപ്പോൾ ശ്രമിച്ചാലും അത് വിദ്യാഭ്യാസത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണ്. അത് ആര് ചെയ്താലും അത് അങ്ങനെ തന്നെയാണ്. അതെല്ലാ സ്ഥലത്തും സംഭവിക്കണം. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി ഇതിനോട് ചൂണ്ടിക്കാണിക്കാൻ തോന്നുന്നു. അതായത് ഈ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദേശീയ തലത്തിൽ നടന്നിട്ടുള്ളൊരു പഠനത്തിൽ പറയുന്നത് സ്മാർട്ട് ഫോണിനെ കുറിച്ച് അതിലൊരു ഇൻഡെക്സാണ്. ഇപ്പോൾ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേയിലല്ല, ഒരു സർവേയിൽ അത് പറയുന്നുണ്ട്, ആനുവൽ അസസ്മെൻറ്റിൽ. അതിൽ പറയുന്നത് സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം അറിയുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ അത് 97%. അതായത് പിന്നെ അതിൻ്റെ കണക്ക്, അതായത് മാത്സിലുള്ള സാധാരണ കണക്കിലുള്ള വിവരം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ബീഹാറിൻ്റെ അടുത്ത് നിൽക്കണേ ഉള്ളൂ കേരളത്തിലെ അതിന് പറയുന്നത്. ചെറിയ പെർസെൻറ്റേജ് വ്യത്യാസമേ ഉള്ളൂ, 54, 53 അങ്ങനെ വ്യത്യാസമേ ഉള്ളൂ. അതേ സമയത്ത് സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള വിവരവും അതിൻ്റെ ഉപയോഗവും 97 കിടക്കുന്നത്. 97% കുട്ടികൾക്കും ഈ വിവരം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എൻ്റെ ഏറ്റവും രസകരമായൊരു സംഗതി, എനിക്ക്
എൻ്റെ സ്വന്തം അമ്മായി വാപ്പൻ്റെ പെങ്ങള് കഴിഞ്ഞ ദിവസം എനിക്കൊരു നിന്നൊക്കെ നേരിട്ട് കണ്ടപ്പോൾ പറയുകയും ചെയ്തു, നേരിട്ട് പിന്നെ ഒരു വോയിസ് എനിക്ക് അയച്ചു തന്നു. എന്താണെന്ന് വെച്ചാൽ ഈ മാഷന്മാർ ഈ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള പഠിപ്പിക്കുന്ന പരിപാടി നിർത്തണം. കാരണം കുട്ടികൾ എന്നിട്ട് എനിക്ക് തന്ന ഒരു വിവരം പറഞ്ഞതെന്ന് വെച്ചാൽ, നീ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പുണ്യകാര്യമായിരിക്കും. കാരണം ഇനി എന്തിനാണ് ഇത്, കോവിഡ് കാലത്ത് ഫോൺ ഉപയോഗിച്ചിരുന്നു, അതൊരാവശ്യമായിരുന്നു. ഇപ്പം എന്തിനാണ് മാഷന്മാർ ഇത് ഇതിൽ കൂടെ തന്നെ വേണമെന്ന് പറയുന്നത്? കുട്ടികൾ മൊത്തം വെടക്കാവുകയാണെന്നാണ് പറയുന്നത് ഈ ഒരു സംഗതി. അപ്പം ഞാൻ അമ്മായിനോടൊപ്പം എനിക്കത് പറയാനും വയ്യ. അപ്പം നമ്മൾ അമ്മായി വളരെ ആവേശത്തിലാണ് ഈ ഒരു ഇത്തരം ഒരു സംഗതി. കാരണം അത്രയും കൂടുതൽ സമയവും കൂടുതൽ അതൊരു വേസ്റ്റിംഗ് ഓഫ് ടൈം എന്ന് പറയുന്ന സംഗതി ഉണ്ട് തന്നെയാണ് ഉണ്ട്. അത് കാരണം ഒരു അഡിക്ഷൻ ഏത് കാര്യത്തിലായാലും അങ്ങനെയുണ്ട്. പക്ഷെ ഇത് ഉപേക്ഷിക്കാനും വയ്യ. അല്ല അതായത് പിന്നെ ഇക്കാലത്തെ കുട്ടികളുടെ IQ നിലവാരം എൻ്റെ അഭിപ്രായത്തിൽ പഴയ ജനറേഷൻ്റെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ജനറേഷന് IQ വളരെ വലുതാണ്. അവർക്ക് എന്തും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ, ക്യാച്ച് ചെയ്യാൻ കഴിയും. ഈ ഒരു ജനറേഷനിൽ ഒരു 60, 70, 50 വയസ്സുള്ള ഒരാൾക്ക് ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ കൊടുത്താൽ അവർക്കത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നറിയില്ല. അവരിങ്ങനെ പഠിക്കുമായിരിക്കും, ഒരു ചെറിയ കുട്ടിനെ വിളിച്ച് പഠിക്കും, ഹോം സിനിമയിൽ ഇൻഷുറൻസ് ചെയ്യുന്ന പോലെ അങ്ങനെ പഠിക്കേണ്ടി വരും അവർക്ക്. പക്ഷേ ഒരു 5, 6, 7 മാസമായ ഒരു കുഞ്ഞ് പോലും ഒരു വീഡിയോ കാണുമ്പോൾ ആ ആഡിൻ്റെ ഇത് കാണുമ്പോൾ അതിങ്ങനെ സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പോലും 6, 7 മാസമായ കുഞ്ഞ് അത്രയും ചെറുപ്പത്തിലെ പഠിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു 2006, 2007 സമയത്ത് കൊച്ചിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാണ്. അപ്പോൾ കൊച്ചി എറണാകുളം ടൗൺ ഹാളിൽ എറണാകുളം ഗസ്റ്റ് ഹൗസ് ഒരു 7, 8, 10, 12 നിലയിലൊരു ബിൽഡിങ്ങാണ്. അതിന് മുകളിലാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അങ്ങനത്തെ ഒരു സംഘടനയുടെ യോഗമാണ്, പത്രസമ്മേളനമാണ്. എനിക്കൊന്നും ഇങ്ങനെ ലിഫ്റ്റിൽ കയറേണ്ട അറിയില്ല. പക്ഷേ എന്നിട്ട് ഞാനിങ്ങനെ അടുത്തൊരാൾ വരുന്നവരെ അപ്പോൾ അവരുടെ കൂടെ പോകാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ അങ്ങനെ KV തോമസ് ആണെന്ന് വരുന്നത്, അന്ന് അദ്ദേഹം റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ എന്തോ നേതാവാണ്. അപ്പോൾ പക്ഷേ അന്നത്തെ തലമുറ ഞാൻ എടുക്കാനുള്ള തലമുറ അങ്ങനെയായിരുന്നു. നമുക്കൊരു AC റിമോട്ട് ഫങ്ഷൻ ചെയ്യാൻ അറിയില്ല, നമുക്ക് ഒന്നും അറിയില്ല. അന്ന് ടേപ്പ് റെക്കോർഡ്, നമുക്ക് TV റിമോട്ട് ആണെങ്കിലും ശരി. പക്ഷേ ഇന്നത്തെ തലമുറക്ക് എല്ലാം അവർ നമ്മളെ പഴയ നോക്കിയെന്ന് മാറി മൊത്തം iPhone അവർക്ക് കൈകാര്യം ചെയ്യാറിയും. അതാണ് രണ്ട് തലമുറ തമ്മിലുള്ള വ്യത്യാസം. ഈ രണ്ട് വാദവും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു വാദവും പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ പല കാര്യങ്ങളിലും മുൻപിലാണ്. ആധുനികതയുടെ നടുവിലൂടെ തന്നെ പോകണമെന്നാണ്. അങ്ങനെ തന്നെ അതിൻ്റെ എല്ലാ സാധ്യതകളെയും നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം എന്നൊക്കെ പറയുമ്പോൾ പോലും അതും ഈ കുട്ടികൾക്കിടയിൽ അവരുടെ ഈ കാലഘട്ടത്തിലെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഏറ്റവും വലിയ ഒരു ഘടകമാണ്. ഭൗതിക സാഹചര്യങ്ങളും അക്കാഡമിക് സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുമ്പോൾ പോലും അത് കുട്ടികൾക്കിടയിലേക്ക് നടപ്പിലാക്കപ്പെടുമ്പോൾ കേവലം പരീക്ഷ എന്നതിൻ്റെ മാനദണ്ഡത്തിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റിയിലേക്ക് കൂടി അത് ബാധിക്കുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസ ഗുണം നിലവാരത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നമ്മുടെ ഈ സാഹചര്യത്തിൽ നടക്കുമ്പോൾ നമുക്കതിനെ ആ രീതിയിലേക്ക് സമീപിക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ മെച്ചപ്പെട്ടു വരുമ്പോൾ പോലും ഇത്തരം പരാതികൾ ഇപ്പോഴും ഉണ്ടാകുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടതും അത് സംബന്ധിച്ചൊരു പഠനം നടത്തേണ്ടതുമായിട്ടുള്ള ഒരു സമയം അനിവാര്യമായി വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചർച്ചയ്ക്കും മുന്നോട്ട് വെക്കുവാനുള്ള കാര്യം അത് തന്നെയാണ്. രണ്ടുപേർക്കും വളരെ നന്ദി. ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.